പോയതെന്നുള്ളൊരു കാര്യം. നമസ്കാരം. സമഗ്രമായ ഒരു വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. തമിഴ്നാട്ടിലെ വ്യാജ മദ്യ ദുരന്തത്തിൽ അനുനിമിഷം മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വിശദമായി പരിശോധിക്കാം. ഒപ്പം മറ്റ് രാഷ്ട്രീയ വാർത്തകളും. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. തമിഴ്നാട്ടിലെ വ്യാജ മദ്യ ദുരന്തത്തിൽ മരണം 32ആയി. 3 പേർ അറസ്റ്റിൽ. CBCID അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി. വീണ്ടും മരണമുനമ്പായി മുതലപ്പുഴി. വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. മരിച്ചത് അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടർ. രക്ഷാപ്രവർത്തനത്തിന് മറീൻ എൻഫോഴ്സ്മെന്റ് എത്തിയില്ലെന്ന് പരാതി. CPM സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിക്ക് രൂക്ഷ വിമർശനം. മൈക്കിനോട് പോലും അസഹിഷ്ണുതയെന്ന ആരോപണം. KK ശൈലജയെ ഒതുക്കാൻ ശ്രമിച്ചെന്നും പരോക്ഷ വിമർശനം. തെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്യാൻ KPCCയുടെ അടിയന്തര നേതൃയോഗം ഇന്ന്. തൃശൂരിലെ തോൽവി വിശദമായി ചർച്ച ചെയ്യും. ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളിലും പ്രാഥമിക ചർച്ച. ക്ഷേമ പെൻഷൻ വിതരണത്തിലെ പ്രതിസന്ധി ഇന്ന് നിയമസഭയിൽ. അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കാൻ പ്രതിപക്ഷം. സാമൂഹ്യക്ഷേമ വകുപ്പുകളുടെ ധനാഭ്യർത്ഥനയും ചർച്ചയാകും. ആലപ്പുഴ ചേർത്തല താലൂക്ക് ആശുപത്രിയുടെ വൈദ്യുത ബന്ധം തകരാറിൽ. ബോധപൂർവം തകരാറിലാക്കിയെന്ന് കണ്ടെത്തൽ. പിന്നിൽ സ്വകാര്യ ആശുപത്രി ലോബിയെന്ന ആരോപണം. ന്യൂസ് 18 അന്വേഷണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കശ്മീരിലേക്ക്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിലെ പരിപാടിയിൽ പങ്കെടുക്കും. കർശന സുരക്ഷയിൽ കശ്മീർ. നീറ്റ് പരീക്ഷാ വിവാദങ്ങൾക്കിടെ UGC നെറ്റ് പരീക്ഷ റദ്ദാക്കി. പരീക്ഷ റദ്ദാക്കിയത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. CBI അന്വേഷണം വേണമെന്നും ആവശ്യം. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിലുണ്ടായ വ്യാജ മദ്യ ദുരന്തത്തിന്റെ വാർത്തയിലേക്ക് തന്നെയാണ് വാർത്താരംഭം. ആദ്യം വിശദമായി കടക്കുന്നത്. മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 33 ആയിരിക്കുന്നു. 109 പേർ ചികിത്സയിലാണ്. ഇതിൽ പലരുടെയും നില ഗുരുതരമാണ്. കരുണാപുരത്ത് നിന്നാണ് ഇവർ മദ്യം കഴിച്ചതെന്നാണ് വിവരം. സംഭവത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗോവിന്ദരാജ്, ജീവ ധനശേഖരൻ എന്നിവരാണ് അറസ്റ്റിലായത്. நைட்டு 2 மணிக்கு சாராயம் குடிச்சதுனால வயிறு வலிக்குது, குடல் பெரட்டுது, தலையை பெரட்டுது. என்ன சொல்றேன்னு தெரியல. கண்ணு கேட்கல, காது கேட்கலன்னு சொன்னிச்சு. கொஞ்ச நேரம் கழிச்சு ஹாஸ்பிட்டல் உடனே செத்துட்டேன்னு சொன்னாங்க. சாராயம் குடிச்சுதான் என் புருஷன் செத்து. மற்றபடி எதுவுமே இல்லை. சாராயம் குடிச்சுதான் 24 மணி நேரமும் சாராயம். அதில் என்ன கலந்தாங்களோ என்ன பண்ணாங்களோ தெரியல. என் புருஷனுக்கு வேறு எந்த இதுவுமே கிடையாது. 2 மணிக்குல இருந்து வயிற்று பெரட்டுது, கொலையை பெரட்டுது, கண்ணு வலிக்குது. கண்ணே எனக்கு தெரியல, காதே எனக்கு கேட்கல அப்படின்னு தான் சொல்லிச்சு. கடைசியில பார்த்தா நாங்க நல்லாதான் இருக்குதுன்னு நினைச்சோம். சஞ்சீவ் ஹாஸ்பிட்டல் கொண்டு போனோடனே அவர் எப்பயே இறந்துட்டாருன்னு சொல்றாங்க. என் புருஷனுக்கு சாராயம் குடிச்சு என்ன மாரி யாருக்குமே இது மாரி ஆகக்கூடாது. எந்த பொண்ணும் பாதிக்கப்படக்கூடாது. இதுவே என்னோட கடைசியா இருக்கட்டும். இங்க வந்து தனக்கொடி ஜெயக்குமார். தனக்கொடி வந்து நேற்று குடிச்சிருக்காங்க. நேற்று குடிச்சிட்டு நைட்டு படுத்துனுக்காங்க. வயிறு வலிக்குது, வாந்தி வருதுன்னு திருப்பி படுத்துருக்காங்க. இறந்து போயிருக்காங்க. திருப்பி விஜயகுமார் வந்து கடையை முடிச்சுட்டு வந்திருக்காரு. அவருக்கு முடியலன்ட்டு ஹாஸ்பிட்டல் போயிருக்காரு. இப்போ ரொம்ப சீரியஸாக இருக்காரு. அவருக்கு கருணாபுரத்தில் பல பேர் ரொம்ப அடிபட்டு இதுமாதிரி ஆயிருக்காங்க. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സജയ് കുമാർ ചേരുകയാണ് തമിഴ്നാട്ടിൽ നിന്ന്. സജയ് കുമാർ, ഇതിപ്പോൾ ഓരോ നിമിഷവും മരണസംഖ്യ ഉയരുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാം, കൂടുതൽ പേർ മരണപ്പെട്ടേക്കാം എന്നുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അത്തരത്തിൽ നിരവധി പേർ ഗുരുതരാവസ്ഥയിലാണെന്നും മനസ്സിലാക്കുന്നു. എന്താണ് അവിടെ നിന്ന് നൽകാനുള്ള പുതിയ വിവരങ്ങൾ? ആര്യ, തീർച്ചയായും തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചി ജില്ലയിലെ കരുണാപുരം എന്ന സ്ഥലത്തുണ്ടായ വൻ വ്യാജമദ്യ ദുരന്തത്തിലെ മരണസംഖ്യ ഇപ്പോൾ ക്രമാതീതമായി ഉയരുകയാണ്. ഇപ്പോൾ 33 പേർ മരിച്ചതായാണ് നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. അതേപോലെ കള്ളക്കുറിച്ചി ജില്ലയിലെ ജില്ലാ കളക്ടർ ഇന്നലെ അവിടെ നിന്ന് സ്ഥലം മാറ്റിയിരുന്നു. കാരണം ഇത് വ്യാജമദ്യ ദുരന്തം അല്ല എന്ന ഒരു പ്രഖ്യാപനം ഇന്നലെ രാവിലെ നിലവിലെ ജില്ലാ കളക്ടർ നടത്തിയിരുന്നു. അതിനെ തുടർന്നാണ് അവരെ അവിടെ സ്ഥലം മാറ്റിയത്. തുടർന്ന്
പ്രശാന്ത് എന്ന പുതിയ ജില്ലാ കളക്ടറെ നിയമിച്ചിരിക്കുകയാണ്. പ്രശാന്ത് ജില്ലാ കളക്ടർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ 109 പേർ ഇപ്പോൾ ചികിത്സയിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പോണ്ടിച്ചേരി, സേലം, വിഴുപ്പുരം എന്നിവിടങ്ങളിലെ ആശുപത്രിയിലാണ് ഈ 109 പേർ ചികിത്സയിൽ ഉള്ളത്. ഇതിൽ 16 പേർ പോണ്ടിച്ചേരി ജിപ്മർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ വിഷമദ്യം വിതരണം ചെയ്ത 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 10 പേരെ ചോദ്യം ചെയ്തു വരികയാണ്. 3 പേർ ഗോവിന്ദരാജ്, ജീവ, ധനശേഖർ എന്നിവരാണ് അറസ്റ്റിലായത്. എന്ന് പറയുമ്പോൾ ഈ വ്യാജമദ്യം ഉണ്ടാക്കിയവരാണോ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്? എന്താണ് അവരുടെ കൂടുതൽ വിവരങ്ങൾ? അതെ, നാട്ടുകാരിൽ നിന്നും ലഭിച്ച വിവരം അനുസരിച്ചാണ് വ്യാജമദ്യം വിറ്റ ഗോവിന്ദരാജ്, ജീവ, ധനശേഖരൻ എന്നീ 3 പേര് ഇവർ വർഷങ്ങളോളം വ്യാജമദ്യം വിൽക്കുന്നവരാണെന്നാണ് പോലീസ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് ഇവരുമായി ബന്ധപ്പെട്ട 10ഓളം വ്യാപാരികളെ വ്യാജമദ്യ വിൽപ്പനക്കാരെ ചോദ്യം ചെയ്ത് വരികയാണ്. ഈ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇന്ന് രാവിലെ 10 മണിക്ക് വകുപ്പ് മന്ത്രി അതേപോലെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പരക്കെ പ്രതിപക്ഷ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ അണ്ണാമലൈ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം തമിഴ്നാട്ടിൽ അടിക്കടി വ്യാജമദ്യം കഴിച്ച് നിരവധി മരണങ്ങൾ ഏർപ്പെടുന്നു. ഇതിന് DMK സർക്കാർ തടുക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. സർക്കാർ വ്യാജമദ്യ ലോബികൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന ആരോപണവുമായി അണ്ണാമലൈ ഇന്നലെ രംഗത്ത് വന്നിരുന്നു. അതുപോലെ ADMKയുടെ ജനറൽ സെക്രട്ടറി ഇടപ്പാടി പളനിസ്വാമി ഇപ്പോൾ മരിച്ചവരുടെ കുടുംബങ്ങളെ സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹവും സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ അടിയന്തര യോഗത്തിൽ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ മുന്നോട്ട് വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിപക്ഷം ഇത് ഭരണപക്ഷത്തിനെതിരെയുള്ള വലിയൊരു ആയുധമാക്കുമ്പോൾ, വലിയ വിമർശനം ഉന്നയിക്കുമ്പോൾ ആ ഒരു സാഹചര്യത്തിലായിരിക്കാം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് ഇപ്പോൾ കടക്കുന്നത് സർക്കാർ, അല്ലേ? അതെ, ജില്ലാ SP ഇന്നലെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. പല പോലീസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്ത് പുതിയതായി CBCID അന്വേഷണത്തിന് നിയോഗിച്ച് ഒരു CBCID ഉദ്യോഗസ്ഥരുടെ ഒരു ടീം തന്നെ ഇപ്പോൾ അന്വേഷണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. തുടർന്ന് ഈ അടിയന്തര യോഗത്തിനെ തുടർന്ന് ഈ ജില്ലകൾ തോറും സ്പെഷ്യൽ ടീം ഇതിലേക്ക് വേണ്ടി നിയമിച്ച് കള്ളച്ചാരായം വിൽക്കുന്നവരുടെ, വ്യാജമദ്യം വിൽക്കുന്നവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. 10 മണിക്ക് ഈ യോഗം ചെന്നൈയിൽ വെച്ച് നടക്കുന്നതാണ്. ഇതിനുശേഷം എന്തൊക്കെയാണ് നിലപാടുകൾ, കടുത്ത നടപടികൾ സ്വീകരിക്കുമോ, ഇനി ഇതുപോലുള്ള ദുരന്തങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടാവാതിരിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ യോഗത്തിൽ നിന്ന് കടുത്ത തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങളും. സജയകുമാർ, അതോടൊപ്പം ഇന്ന് ചേരുന്ന ഈ അടിയന്തര യോഗത്തിൽ ഈ കുടുംബങ്ങൾക്കുള്ള ധനസഹായം ഉൾപ്പെടെ പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടല്ലേ? തീർച്ചയായും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിക്കുക. അതുപോലെ തന്നെ ചികിത്സയിൽ കഴിയുന്ന 109 പേർക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടി മെഡിക്കൽ സംഘത്തെ തന്നെ പ്രത്യേക സംഘത്തെ ഇപ്പോൾ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. വിവിധ ആശുപത്രിയിൽ കഴിയുന്നവർക്ക് ഇവർക്ക് പരമാവധി ചികിത്സ നൽകാനുള്ള ഒരു പ്രത്യേക മെഡിക്കൽ സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. തീർച്ചയായും കടുത്ത നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ തമിഴ്നാട്ടിൽ ഇത് അടിക്കടി ഉണ്ടാകുന്ന ഈ വ്യാജമദ്യ ദുരന്തം തടുക്കാൻ സാധിക്കുകയുള്ളൂ. സാധാരണക്കാരാണ് കൂലിത്തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ പോലുള്ള വളരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരാണ് ഈ വ്യാജമദ്യം കഴിച്ച് അടിക്കടി ഇതുപോലുള്ള ദുരന്തത്തിൽപ്പെട്ട് മരണമടയുന്നത് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ സർക്കാരിന്റെ കടുത്ത നടപടികൾ മൂലം മാത്രമേ ഇതിന് ഒരു അറുതി വരുത്താൻ സാധിക്കൂ എന്നത് ഉറപ്പായ കാര്യമാണ്. തീർച്ചയായും സജയകുമാറാണ് കള്ളക്കുറിച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരായ കൂലിവേലയ്ക്ക് പോകുന്ന ആളുകളാണ് ഇത്തരത്തിൽ അടിക്കടി വ്യാജമദ്യ ദുരന്തത്തിന് ഇരയാകുന്നത് എന്നുള്ളതാണ് ഏറെ വിഷമകരമായ ഒരു കാര്യം കൂടി. എന്തായാലും അടിയന്തര യോഗം ഇന്ന് 10 മണിക്ക് ചേരുന്നുണ്ട്. ഇനി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഈ യോഗത്തിൽ ഒരു ധാരണയാകും. ഒപ്പം ഈ മരിച്ചവരുടെ ആശ്രിതർക്ക് വേണ്ട ധനസഹായം പ്രഖ്യാപിക്കാനും ചികിത്സയിലുള്ളവർക്ക് വിദഗ്ധ ചികിത്സ നൽകാനുള്ള നടപടികളിലേക്കും കടക്കാനും അത്തരത്തിലുള്ള ഒരു ഏകോപനം നടപ്പാക്കാനും ഈ ചർച്ചയിൽ തീരുമാനമാകും എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് സർക്കാർ. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം മുതലപ്പുഴി
തുറമുഖ അഴിമുഖത്ത് വള്ളം മറിഞ്ഞ് തൊഴിലാളി മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറാണ് മരിച്ചത്. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവെ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം തലകീഴായി മറിയുകയായിരുന്നു. വിക്ടറിനൊപ്പം വള്ളത്തിലുണ്ടായിരുന്ന 3 തൊഴിലാളികൾ രക്ഷപ്പെട്ടു. അഞ്ചുതെങ്ങ് സ്വദേശി ജോബോയുടെ ഉടമസ്ഥതയിലുള്ള ചിന്താധിര എന്ന വള്ളമാണ് മറിഞ്ഞത്. അഴിമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് മറീൻ എൻഫോഴ്സ്മെന്റ് സഹായം ലഭിച്ചില്ലെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. 5:30 മണിക്ക് ശേഷം വള്ളം പറഞ്ഞു, ചെറിയ വള്ളം പറഞ്ഞു. റെസ്ക്യൂ ബോട്ട് അവിടെ കിടപ്പുണ്ട്, മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ പാടത്തോണി. അതിന് വള്ളം പോയി റെസ്ക്യൂന് വരാത്ത നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ട് വന്നതിന് ശേഷം വള്ളം ചോദിച്ചാൽ പറയുന്നത് അതിൽ എഞ്ചിൻ കംപ്ലൈന്റ് ആണെന്ന്. എഞ്ചിൻ കംപ്ലൈന്റ് ആയ സാധനം ഇവിടെ നിന്നിട്ടേക്കുന്നത് ഒന്ന്. രണ്ടാമത് വള്ളത്തിൽ ഒരു ഡ്രൈവർ മാത്രമേ ഉള്ളൂ. 2 ഡ്രൈവർ ഒരാളതിന് ആ ഡ്രൈവറില്ലാതെയാണ് നടക്കുന്നത്. ഒരാൾ നടക്കുന്നത്. ഈ വള്ളം ഇത്രയും ആൾക്കാരെ എടുത്തിട്ട് റെസ്ക്യൂവിന് ഈ പകല് സംഭവിച്ചിട്ട് ഈ പടിഞ്ഞാറ് വരാൻ പറ്റാത്തവരെ പിന്നെ എന്തിനാണ് അവിടെ ഡ്രൈവറായിട്ട് ഇട്ടേക്കുന്നത്? ഒരാൾ നല്ല അടി കിട്ടി, രണ്ടാമത്തെ കടലിലൂടെ കിട്ടിയെന്നുണ്ടെങ്കിൽ ആൾ മരിച്ച് മരണപ്പെട്ടല്ലേ? ആര് കൊടുക്കും? ഇവര് കൊടുക്കും. ഇവിടെ നിരന്തരമായിട്ട് അപകടങ്ങൾ നടന്നിട്ടിരിക്കുകയാണ്. ഈ നിരന്തരം അപകടം നടന്നിരിക്കുമ്പോൾ ഈ റെസ്ക്യൂ ടീമുകൾ ജാഗ്രതയായിട്ട് നിൽക്കാനുള്ളതിന് വേണ്ടി അശ്രദ്ധയായിട്ടാണ് മൊത്തത്തിൽ അവിടെ നിൽക്കുന്നത്. ഒരു ശ്രദ്ധയില്ല അവർക്ക്. നല്ല രീതിക്ക് സ്വിമ്മിംഗ് പോലും അറിയാത്തവരാണ് ഇപ്പോൾ മൊത്തത്തിൽ കയറിയിരിക്കുന്നത്. എഞ്ചിൻ ഓടിക്കാൻ വേണ്ടി അത്ര കഴിവില്ലാത്ത ടീമുകളാണ് ഇപ്പോൾ അതിൽ കയറിയത്. ഒരു കടലിൽ വന്ന് അടച്ചു കഴിഞ്ഞിരുന്ന അങ്ങോട്ട് പോകാനും വരാനും പറ്റാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഡ്രൈവറായിട്ട് അവിടെ നിയമിച്ചിരിക്കുന്നത്. അതെന്താണെന്നുള്ള ഇത് നമുക്ക് കറക്റ്റായിട്ടുള്ള നടപടി കിട്ടണതിൽ. ഈ അപകടം നടന്നത് അർദ്ധരാത്രി 1:30 കൂടിയിട്ടാണ്. അതിനിടെ ഇന്ന് രാവിലെയും വീണ്ടും വള്ളം മറിഞ്ഞ അപകടമുണ്ടായി. വള്ളത്തിലുണ്ടായിരുന്നവർ നീന്തി രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. MG മിഥുൻ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. മിഥുൻ, വീണ്ടും തുടരെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ മുതലപ്പുഴയിൽ സ്ഥിരം കാഴ്ചയായി മാറുന്നു. അതിൽ ഇന്ന് ഒരാൾ മരണപ്പെട്ടു എന്നുള്ള ദുഃഖകരമായ വാർത്ത കൂടി നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. പല വിദഗ്ധ സമിതികളും നേതാക്കന്മാരും എല്ലാവരും അവിടേക്ക് എത്തി പലവിധ വാഗ്ദാനങ്ങൾ നൽകി പഠനം നടത്തി. എങ്കിൽ പോലും ഇതിനൊന്നും ഒരു ശാശ്വതമായ പരിഹാരം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ ദുഃഖം. അതോടൊപ്പം ഈ റെസ്ക്യൂ ടീം അത് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല, ആ വിഭാഗം എന്നുള്ള ആക്ഷേപം കൂടി അവർ ഉന്നയിക്കുകയാണ്. അത്തരത്തിൽ വലിയൊരു പരാതി കൂടി അവർക്ക് മുമ്പിലുണ്ടല്ലേ? അതെ, തീർച്ചയായും. ഇന്ന് പുലർച്ചെ 2 അപകടങ്ങളാണ് മുതലപ്പുഴ കേന്ദ്രീകരിച്ചുണ്ടായത്. ആദ്യം 1:30 കൂടിയായിരുന്നു അപകടമുണ്ടായത്. അതിൽ ഒരു അപകടത്തിൽ ഒരു മത്സ്യത്തൊഴിലാളി മരണപ്പെടുകയും ചെയ്തു. ആ വള്ളത്തിലുണ്ടായിരുന്നത് 4 പേരായിരുന്നു. ആ 4 പേരിൽ 3 പേർ നീന്തി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതാണ് അവർക്ക് ജീവൻ രക്ഷയാവുകയും ചെയ്തു. ആ സമയത്ത് വള്ളം തലകീഴായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ മുതലപ്പുഴയിലേക്ക് തിരികെ മത്സ്യബന്ധനം പൂർത്തിയാക്കിയതിനു ശേഷം തിരികെ മടങ്ങുമ്പോൾ ആണ് ഇത്തരത്തിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഒപ്പം തന്നെ വലിയ തിരമാലകൾ ഉണ്ടായിരുന്നു. ഈ തിരയിൽപ്പെട്ടാണ് വള്ളം മറിയുകയും ചെയ്തത്. അങ്ങനെയാണ് അഞ്ചുതെങ്ങ് സ്വദേശിയായിട്ടുള്ള വിക്ടറിന്റെ മരണം സംഭവിക്കുന്നത്. മത്സ്യബന്ധനം കഴിഞ്ഞ് ഈ അഴിമുഖത്ത് ശക്തമായ തിരയിൽപ്പെട്ടാണ് ഈ ഒരു വള്ളം തലകീഴായി മറിയുകയും പൂർണ്ണമായും ആ ബോട്ട് തകരുകയും ചെയ്യുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്തു. അത് ആ വള്ളത്തിലുണ്ടായിരുന്ന ഫ്രാൻസിസ്, സുരേഷ്, യേശുദാസ് എന്നിവരാണ് മറ്റു 3 പേർ ആണ് ഈ രക്ഷപ്പെടുകയും ചെയ്തത്. ഈ സമയത്ത് 1:30 കൂടിയുള്ള സമയത്ത് നമുക്കറിയാം വലിയ രീതിയിൽ ആളുകളെ ഒന്നും കാണാൻ പറ്റാത്ത രാത്രി സമയമാണ്. ഇത്തരത്തിൽ വെളിച്ചമൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആ സമയത്ത് ഈ വിക്ടറിനെ അവർക്ക് കണ്ടെത്താനായില്ല. ആ സമയത്ത് ഇവർ നീന്തി രക്ഷപ്പെട്ടത് കൊണ്ട് തന്നെ ഇവർക്ക് 3 പേരുടെയും ജീവൻ രക്ഷിക്കാനാവുകയും ചെയ്തു. അതേസമയം ഈ സമയത്തൊന്നും തന്നെ കോസ്റ്റൽ പോലീസിന്റെയോ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡുകളുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി ഈ ഒരു ഘട്ടത്തിൽ അവർ ഉയർത്തുന്നുണ്ട്. കാരണം ഇത്രയും അധികം അപകടങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത്തരത്തിൽ അപകടങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. പലരുടെയും ജീവന് ആപത്തുണ്ടാവുകയും പലരും മരണപ്പെടുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ കൂടി ഒരു സ്ഥായിയായ പരിഹാരം ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചുണ്ടാകാൻ ഇതുവരെയും ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു ആരോപണം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാലാകാലങ്ങളായി ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അധികാരികൾ എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ ഈ ഒരു മേഖല സന്ദർശിച്ച് ഇതിനുവേണ്ടിയുള്ള പരിഹാരം കണ്ടെത്തുമെന്ന് അറിയിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ നേതാക്കന്മാരും ഒപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളും ഒക്കെ എത്തി ഇക്കാര്യത്തിലൊരു ഇടപെടൽ നടത്തുമെന്ന് പറയുന്നതല്ലാതെ സ്ഥായിയായിട്ടുള്ളൊരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നൊരു ആരോപണമാണ് അവർ പ്രധാനമായും പറയുന്നത്. ഇക്കാര്യത്തിൽ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് കൂടി പോകേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു കൂടി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകുന്നത്. ഏത് സമയത്തും കാലാവസ്ഥയിൽ മാറ്റങ്ങൾ സംഭവിക്കാം. അത്തരത്തിൽ ഈ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മത്സ്യബന്ധനത്തിനായി പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പ്രധാനമായും പറയുന്നത്. കാരണം തിരികെ എത്തുമ്പോൾ ഒരുപക്ഷെ മഴയായിരിക്കും, ശക്തമായ തിരമാല ഉണ്ടാകും. ആ സമയത്ത്
ഈ ഒരു ആഴക്കടലിന്റെ ആ ഭാഗത്ത് വലിയ രീതിയിൽ തിര അനുഭവപ്പെടുകയും വള്ളം മറിയുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. ഇതാണ് ആ സമീപത്തുള്ള പാറക്കെട്ടിലുമൊക്കെ തലയിടിച്ചാണ് പലരും മരണപ്പെടുന്നത്. ആ സമയത്ത് ബോട്ട് തലകീഴായി മറിയുകയും ബോട്ടിനടിയിൽപ്പെട്ട് പിന്നീട് നീന്താൻ പറ്റാത്ത തരത്തിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് പലരുടെയും മരണത്തിന് വഴിവെക്കുകയും ചെയ്യുന്നത്. ഇന്ന് വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നുണ്ടാവുകയും ചെയ്തത്. വിക്ടർ അഞ്ചുതെങ്ങി സ്വദേശിയുടെ മരണം സംഭവിക്കുകയും ചെയ്തു. അതിനുശേഷം 5:30 കൂടിയാണ് മറ്റൊരു അപകടം കൂടി സംഭവിച്ചത്. ആ തൊഴിലാളി നീന്തി രക്ഷപ്പെട്ടതോടു കൂടി അദ്ദേഹത്തിന് ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തു. കാരണം മത്സ്യബന്ധനത്തിനായി പോയ 5:30 കൂടിയായിരുന്നു ഈ ഒരു അപകടം നടന്നത്. നേരത്തെ നടന്ന 1:30 എങ്കിൽ 5:30 മറ്റൊരു വള്ളം വരുന്നു. ആ സമയത്ത് ഇതേ രീതിയിൽ സമാനമായ തരത്തിൽ വള്ളം മറിയുകയാണ് ചെയ്യുകയും ചെയ്ത് 5 സ്വദേശി കൂടിയായിട്ടുള്ള സ്റ്റാലിനാണ് നീന്തി രക്ഷപ്പെട്ടത്. സ്റ്റാലിന്റെ ഉടമസ്ഥയിലുള്ള പത്രോഷിക എന്ന വള്ളമാണ് മറിയുകയും ചെയ്തത്. അഴിമുഖത്തിന് രക്ഷാപ്രവർത്തനത്തിന് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ സഹായം ലഭിച്ചില്ല എന്നാണ് ഈ തൊഴിലാളികൾ പറയുന്നത്. എന്തായാലും 1:30 കൂടി മറിഞ്ഞ വള്ളത്തിൽ പിന്നീട് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ തെരച്ചിലിനൊടുവിലാണ് വിക്ടറിന്റെ മൃതദേഹം കണ്ടെടുക്കാൻ സാധിക്കുകയും ചെയ്തത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉയരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. ആര്യ. ശരി, MJ മിഥുനാണ് വിശദാംശങ്ങൾ നൽകിയത്. വീണ്ടും ദുരന്തമുഖമായി മാറുകയാണ് മുതലപ്പുഴി. ഇന്ന് അർദ്ധരാത്രി നടന്ന അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുമ്പോൾ നീറ്റ് പരീക്ഷാ വിവാദങ്ങൾക്കിടെ 2024 UGC നെറ്റ് പരീക്ഷ റദ്ദാക്കി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ് പരീക്ഷ റദ്ദാക്കിയത്. പരീക്ഷ നടത്തി 1 ദിവസത്തിന് ശേഷമാണ് പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നത്. ക്രമക്കേട് സംബന്ധിച്ച് ചില സൂചനകൾ UGCക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അതിനാലാണ് പരീക്ഷ റദ്ദാക്കുന്നതെന്നുമാണ് വിശദീകരണം. സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് ആവശ്യമുയരുന്നത്. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥൻ ചേരുകയാണ്. സുവി, ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ മറ്റൊരു പരീക്ഷയ്ക്കെതിരെയും ഇത്തരത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം ഉയരുന്നത്. എന്തായാലും പരീക്ഷ റദ്ദാക്കുന്ന അടിയന്തര നടപടിയിലേക്ക് കൂടി UGC കടന്നിരിക്കുകയാണ്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, നീറ്റ് പരീക്ഷയുടെ വിവാദങ്ങൾക്കിടെയാണ് ഇപ്പോൾ നെറ്റ് പരീക്ഷയിലും ക്രമക്കേടുണ്ട് എന്ന തരത്തിലുള്ള ആരോപണം ഉയർന്നത്. അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പരീക്ഷ നടന്ന് 1 ദിവസത്തിനകം തന്നെ ഈ പരീക്ഷ റദ്ദാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പരീക്ഷയുടെ പേപ്പറുകൾ ലീക്കായിരുന്നു എന്നത് സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങളും സൂചനകളും ഉണ്ടായിരുന്നുവെങ്കിലും അക്കാര്യങ്ങളൊന്നും തന്നെ ഇവർ അതായത് വിദ്യാഭ്യാസ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ ഈ വിഷയത്തിൽ ഒരു CBI അന്വേഷണം വേണം എന്നൊരാവശ്യം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നിട്ടുണ്ട്. അത്തരത്തിലൊരു ശുപാർശ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് പരോക്ഷമായിട്ടെങ്കിലും അധികൃതർ സമ്മതിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 9 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷ എഴുതിയത്. രാജ്യത്ത് 1205 സെന്ററുകളിലായി 317 സിറ്റികളിലായിട്ടായിരുന്നു ഈ പരീക്ഷ നടത്തിയത്. അതിൽ 11 ലക്ഷത്തോളം പേർ ഈ പരീക്ഷയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൽ 9 ലക്ഷത്തോളം ആളുകളാണ് പരീക്ഷ എഴുതിയത്. അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കായിരുന്നു പരീക്ഷ. ആ പരീക്ഷയ്ക്കാണ് ഇത്തരത്തിൽ ഗുരുതരമായ തരത്തിലുള്ള ഒരു ക്രമക്കേട് നടത്തിയിരിക്കുന്നത്. നേരത്തെ ഈ നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റിയാണ് നേരത്തെ നീറ്റ് പരീക്ഷയും നടത്തിയിരുന്നത്. അത് വിവാദമായിരുന്നു. ഇപ്പോൾ നെറ്റ് പരീക്ഷ നടത്തിയിരിക്കുന്നതും നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്ത് കാര്യമായ വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന തരത്തിലുള്ള ആശയക്കുഴപ്പമാണ് ഉണ്ടാകുന്നത്. ഏതായാലും ഈ നീറ്റ് പരീക്ഷ സംബന്ധിച്ച വിവാദം ആദ്യമായി പറയുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. ഇതിൽ ഈ നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടക്കുന്നു എന്ന സൂചനകളുണ്ട്. അത് വലിയ ലാഘവത്തോടുകൂടി ഈ പരീക്ഷകൾ എടുക്കരുത്, അത് സുതാര്യത ഉറപ്പാക്കണം എന്നായിരുന്നു പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരുന്നത്. അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഒരു നീക്കം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ആര്യ. തീർച്ചയായും സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ CPM സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിക്ക് അതിരൂക്ഷ വിമർശനം. വിദേശയാത്രാ വിവാദം ഒഴിവാക്കേണ്ടിയിരുന്നു. അനവസരത്തിലെ യാത്ര അനാവശ്യ വിവാദത്തിന് ഇടയാക്കിയെന്നാണ് വിമർശനം. മുഖ്യമന്ത്രിക്ക് അസഹിഷ്ണുതയെന്നും ആരോപണമുയരുന്നു.
മൈക്കിനോട് പോലും കയർക്കുന്ന തരം അസഹിഷ്ണുത ഇത് അവമതിപ്പുണ്ടാക്കി. പൊതുസമൂഹത്തിലെ ഇടപെടൽ മുഖ്യമന്ത്രി ശൈലി തിരുത്തണമെന്നും ആവശ്യം ഉയർന്നിരിക്കുകയാണ്. കെ ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടെന്ന അഭിപ്രായം യോഗത്തിൽ ഉയർന്നു. 5 ദിവസം നീണ്ടുനിന്ന CPM നേതൃയോഗം ഇന്ന് അവസാനിക്കും. ചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും തനിക്കും സർക്കാരിനുമെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രിയും മറുപടി പറയും. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, ഇഴകീറിയുള്ള വിമർശനം, അതിരൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ നേതൃയോഗത്തിൽ ഉയർന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റാതെ ഇനി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം ഉണ്ടായിട്ടുള്ള പരാജയത്തിന് അതിൽ നിന്ന് തിരിച്ചു വരാൻ പാർട്ടിക്ക് കഴിയില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് കടന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വിദേശയാത്ര അടക്കം വിമർശനത്തിന് വിധേയമായി. മൈക്കിനോട് പോലും അസഹിഷ്ണുത ഉണ്ട് എന്നുള്ള വിമർശനമാണ് ഉയർന്നിട്ടുള്ളത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം EP ജയരാജനെതിരെയും മേയർ സച്ചിൻ ദേവ് MLA വിവാദവുമൊക്കെ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്നുള്ള തരത്തിലുള്ള വിമർശനവും പാർട്ടിയിൽ ഉയർന്നിട്ടുണ്ട്. എന്തായാലും തനിക്കും സർക്കാരിനുമെതിരെ ഉണ്ടായിട്ടുള്ള ഈ വിമർശനങ്ങൾക്ക് ഇന്ന് മുഖ്യമന്ത്രി മറുപടി പറയുമല്ലേ? CPMന്റെ തെറ്റുതിരുത്തൽ മാർഗരേഖ അന്തിമമാക്കാനാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണ്ടും ചേരുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ വിശദമായ ചർച്ചയാണ് ഇന്നലെയും സംസ്ഥാന സമിതിയിൽ നടന്നത്. കാരണം ക്ഷേമ പെൻഷൻ മുടങ്ങിയതും ഒപ്പം തന്നെ സപ്ലൈകോയിൽ ആവശ്യ സാധനങ്ങൾ ഇല്ലാതായതും ജനരോക്ഷത്തിന് കാരണമായെന്ന സംസ്ഥാന സമിതിയിൽ അഭിപ്രായം വരികയും ചെയ്തു. ഒപ്പം തന്നെ ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് എണ്ണി നേതാക്കൾ പറയുകയും ചെയ്തത്. കാരണം വിദേശയാത്രാ വിവാദം മുതൽ മൈക്ക് വിവാദമടക്കം വിമർശന വിധേയമായിട്ടുണ്ട്. വിദേശയാത്രാ വിവാദം ഒഴിവാക്കേണ്ടതായിരുന്നു. അനവസരത്തിലെ യാത്ര അനാവശ്യ വിവാദത്തിനിടയാക്കി. ഒപ്പം തന്നെ മൈക്കിനോട് പോലും കയർക്കുന്ന തരം അസഹിഷ്ണുത, അവമതിപ്പ് ജനങ്ങൾ ഉണ്ടാക്കി എന്ന വിമർശനവും സ്വാഭാവികമായും സമിതിയിൽ ഉയർന്നു വരികയും ചെയ്തു. പൊതുസമൂഹത്തിലെ ഇടപെടൽ നിലവിലെ ശൈലി തിരുത്തപ്പെടേണ്ടതാണെന്നും സമിതിയിൽ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഓരോ വ്യക്തികളുമായും ഇടപെടുന്ന തരത്തിൽ അതിൽ മുഖ്യമന്ത്രിയുടെ അസഹിഷ്ണുത അത് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ രോഷം ഉണ്ടാകുന്നു. അത് വലിയ രീതിയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പെ കാര്യമായി ബാധിക്കുകയും ചെയ്തു. കൂടാതെ കെ ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് പലയിടങ്ങളിലും. അതിൽ ശൈലജയെ ഒതുക്കാനാണ് ഇത്തരത്തിൽ വടകരയിൽ മത്സരിപ്പിച്ചതെന്നടക്കമുള്ള പരോക്ഷ പരാമർശവും സമിതിയിൽ ഉയർന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ LDF കൺവീനർ EP ജയരാജന് നേരെയും വിമർശനം ഉയർന്നു. കാരണം ദല്ലാൽ ബന്ധം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നായിരുന്നു പ്രധാനപ്പെട്ട വിമർശനം. പ്രകാശ് ജാവ്ദേക്കർ കണ്ടവുമായി ബന്ധപ്പെട്ടുള്ള അതിരൂക്ഷ വിമർശനം EP ജയരാജനെതിരെയും ഉയരുകയും ചെയ്തു. കൂടാതെ മേയർ സച്ചിൻ ദേവ് വിവാദത്തിൽ കടുത്ത വിമർശനമാണ് സമിതിയിൽ ഉയർന്നത്. കാരണം അനാവശ്യമായ വിവാദം അത് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ അവമതിപ്പുണ്ടാക്കി. ഡ്രൈവറുമായി കേന്ദ്രീകരിച്ചുണ്ടായിട്ടുള്ള ആ പ്രശ്നം അത് ആ രീതിയിൽ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അനാവശ്യമായ ഇത്തരത്തിൽ വലിയ വിവാദമാക്കിയതാണ് വലിയ തിരിച്ചടിയാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്നും സംസ്ഥാന സമിതിയിൽ ഒരു കടുത്ത വിമർശനത്തിന് വിധേയമാവുകയും ചെയ്തു. കൂടാതെ ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇതിനെ പിന്തുണയ്ക്കാതിരുന്നതും അതിൽ പ്രധാനമായും നേതാക്കൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അത്തരത്തിൽ ഇടപെടൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യവും സംസ്ഥാന സമിതിയിൽ ഉരുവരികയും ചെയ്തു. നമുക്കറിയാം, നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെ ഘടകകക്ഷികൾ പോലും പ്രധാനമായും രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രി മാറി നിൽക്കണമെന്നുള്ള ആവശ്യവുമായി ഇടുക്കി CPI ജില്ലാ ഘടകം കൂടി രംഗത്ത് വന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പോലും പരോക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത്. തോമസ് ഐസക് അടക്കമുള്ളവർ പാർട്ടി ജനങ്ങളുടേതാണ്, ജനങ്ങളുടെ പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്, അത് തിരിച്ചറിയണം, അതിൽ നിന്ന് വിട്ടുപോകരുത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. തിരുത്തേണ്ടത് തിരുത്തി തന്നെ മുന്നോട്ട് പോകണം. കാരണം പാർട്ടിക്കാരായിട്ടുള്ള അവരുടെ വോട്ടുകൾ ഇത്തവണ CPMന് ലഭിച്ചിട്ടില്ല. അത് അടക്കം പല പാർട്ടികളിലേക്കും മാറിപ്പോയി. പലരും ഇത്തവണ വോട്ട് ചെയ്യാൻ എത്തിയില്ല തുടങ്ങിയ വിമർശനങ്ങളൊക്കെ നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉയർന്നു വന്നതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ സംസ്ഥാന സമിതിയിൽ അതിരൂക്ഷ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഏതായാലും ഉയർന്നു വരികയും ചെയ്തിരിക്കുന്നതായാലും ഈ വിഷയത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം അടക്കം സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്നും ചില പ്രതിനിധികൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഈ വിഷയങ്ങളിലടക്കം ഇന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി പറയും. അതിനുശേഷം മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള സർക്കാരിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തു. നമുക്കറിയാം 2019 അന്ന് ശബരിമല വിഷയം ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി എന്ന ഫാക്ടറൊക്കെ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ തിരിച്ചടിയായിരുന്നു. അത് പക്ഷേ ഒരു ഭരണവിരുദ്ധ വികാരമായി എടുത്തു കാട്ടാൻ സാധിക്കില്ലായിരുന്നു. അത് ഉയർത്തിക്കാണിക്കാൻ അന്ന് സർക്കാരിനും ഒപ്പം തന്നെ CPMന് സാധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ അത് തീർച്ചയായും ഒരു ഭരണവിരുദ്ധ വികാരമാണ്. ക്ഷേമ പെൻഷൻ അടക്കം സാധാരണക്കാരിലേക്ക് എത്തിക്കേണ്ട ചില പദ്ധതികൾ, പ്രധാനപ്പെട്ട പദ്ധതികളൊന്നും തന്നെ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല. അതാണ് വലിയ തിരിച്ചടിയിലേക്ക്, ഇത്രയും വലിയ തിരിച്ചടിയിലേക്ക് പോവുകയും ചെയ്തത്. കൂടാതെ BJP
BJP പ്രധാനപ്പെട്ട CPM-ന്റെ ഉരുക്കുകോട്ടകളിൽ പോലും BJP വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. പല മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ പോലും ഒന്നാം സ്ഥാനത്തെത്താൻ BJPക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 121 മണ്ഡലങ്ങളിൽ പ്രധാനമായും നിയമസഭാ മണ്ഡലങ്ങളിൽ CPM പിന്നാക്കം പോവുകയും ചെയ്തു. ആകെ 19 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒന്നാമതെത്താൻ സാധിച്ചിട്ടുള്ളത്. ഭരിക്കുന്ന പാർട്ടിയാണ്, ഭരിക്കുന്ന മുന്നണിയാണ്. അത്തരത്തിലുള്ള ഒരു പാർട്ടിക്ക് ഇത്രയും വലിയ വീഴ്ച സംഭവിക്കുകയും ചെയ്തിട്ടും ഒരു താഴെത്തട്ടിൽ നിന്നുള്ള ഒരു പരിശോധന വേണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും സംസ്ഥാന സമിതിയിൽ ഉയർന്നത്. ആ രീതിയിലേക്ക് ഓരോ മണ്ഡല അടിസ്ഥാനത്തിൽ ഏത് തരത്തിലാണ് വീഴ്ച പറ്റിയിട്ടുള്ളത്, ആരെങ്കിലും വീഴ്ചയ്ക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടോ, അത്തരത്തിൽ ഉള്ളവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉയരുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ 5 ദിവസം നീണ്ടു നിന്ന ഈ സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് വിരാമമാവുകയാണ്. വൈകിട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇത് സംബന്ധിച്ച് അഭിസംബോധന സംസാരിക്കും. അതിനുശേഷം മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയും. അതേ തരത്തിലാണെന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. യെസ്, മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മറുപടി അത് ഏത് തരത്തിലാകും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ഭരണവിരുദ്ധ വികാരമല്ല ഇത്തരത്തിൽ ദയനീയമായ ഒരു തോൽവിക്ക് കാരണമെന്ന ആവർത്തിച്ച മുഖ്യമന്ത്രിക്ക് നേരെ ഇത്തരത്തിൽ അതിരൂക്ഷമായ വിമർശനം പാർട്ടിയിൽ നിന്ന് ഉയരുന്ന സാഹചര്യമാണ് വന്നിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ CPI ഇടുക്കി ജില്ലാ കൌൺസിൽ യോഗത്തിൽ വിമർശനം ഉയർന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി മാറണമെന്നും മുന്നണി വിടണമെന്നുമാണ് ജില്ലാ കൌൺസിൽ യോഗത്തിൽ അഭിപ്രായം ഉയർന്നിരിക്കുന്നത്. LDF-ൽ നിന്നതുകൊണ്ട് പാർട്ടിക്ക് ഗുണമുണ്ടായില്ലെന്ന് കൌൺസിൽ യോഗത്തിൽ പൊതുവികാരം ഉയർന്നിരിക്കുകയാണ്. രാജ്യത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPI എന്തിന് LDF-ൽ തുടരണം എന്ന ചോദ്യമാണ് ഉയർന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയെന്ന പൊതു അഭിപ്രായം CPI ഇടുക്കി ജില്ലാ കൌൺസിൽ യോഗത്തിലും ഉയർന്നു. മുഖ്യമന്ത്രി മാറണമെന്നും മുന്നണി വിടണമെന്നും യോഗത്തിൽ ചർച്ചയുണ്ടായി. കേന്ദ്രത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന CPI കേരളത്തിലും അത് തുടരണമെന്നായിരുന്നു പൊതുവികാരം. CPIയുടെ വകുപ്പുകൾക്ക് പ്രതിച്ഛായ നഷ്ടപ്പെടാൻ ധനവകുപ്പ് കാരണമായി. കേരള കോൺഗ്രസ് M വന്നതുകൊണ്ട് LDF-ന് ഗുണമുണ്ടായില്ല. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ പോലും പരാജയപ്പെട്ട കേരള കോൺഗ്രസ് എമ്മിന് അമിത പ്രാധാന്യം CPIM നൽകുന്നുവെന്നും വിമർശനമുണ്ടായി. രാജ്യസഭാ സീറ്റ് PP സുനീറിന് നൽകിയതിനു പകരം ആനി രാജയെ പരിഗണിക്കാമായിരുന്നുവെന്നും ജില്ലാ കൌൺസിൽ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ജില്ലയുടെ മൂന്നാർ മേഖലയിൽ നിന്നുള്ള കമ്മിറ്റി അംഗങ്ങളാണ് ഇത്തരത്തിലൊരു ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നത്. ഇതിനെ ഭൂരിഭാഗം അംഗങ്ങളും പിന്തുണയ്ക്കുകയായിരുന്നു. തൊടുപുഴയിൽ നിന്നുള്ള DC അംഗവും മുൻ APPയുമായിരുന്ന അംഗത്തെ സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിലും സ്ത്രീ വിഷയത്തിന്റെ പേരിലും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്യാൻ KPCCയുടെ അടിയന്തര നേതൃയോഗം ഇന്ന് രാവിലെ 10:30 ഇന്ദിരാഭവനിൽ KPCC അധ്യക്ഷൻ K സുധാകരന്റെ അധ്യക്ഷതയിലാകും യോഗം ചേരുക. KPCC ഭാരവാഹികൾക്ക് പുറമെ തെരഞ്ഞെടുക്കപ്പെട്ട MPമാരും യോഗത്തിൽ പങ്കെടുക്കും. തൃശൂരിലെ തോൽവിയെക്കുറിച്ചും വിശദമായ ചർച്ചയുണ്ടാകും. അതേസമയം വൈകുന്നേരം കന്റോൺമെന്റ് ഹൌസിൽ ചേരുന്ന UDF ഏകോപന സമിതി യോഗത്തിൽ പാലക്കാട്ടെയും ചേലക്കരയിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് സൂചന. ആലപ്പുഴ ചേർത്തല താലൂക്ക് ആശുപത്രിയുടെ വൈദ്യുത ബന്ധം ബോധപൂർവം തകരാറിൽ ആക്കിയതായി കണ്ടെത്തൽ. അത്യാഹിത വിഭാഗം, CT സ്കാൻ എന്നിവിടങ്ങളിലേക്കുള്ള ഇലക്ട്രിക് വയറുകൾ കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ചാണ് മുറിച്ചുമാറ്റിയത്. രോഗികളുടെ ജീവനടക്കം അപകടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി ആശുപത്രി സൂപ്രണ്ട് പോലീസിൽ പരാതി നൽകി. പിന്നിൽ സ്വകാര്യ ആശുപത്രി ലോബിയെന്നാണ് ആരോപണം. ന്യൂസ് 18 അന്വേഷണം. കഴിഞ്ഞ 11-ന് രാത്രി 8 മണിയോടെയാണ് ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ CT സ്കാൻ, എക്സ്റേ മെഷീനുകളിലേക്കുള്ള വൈദ്യുത ബന്ധം തകരാറിലായതായി ജീവനക്കാർ കണ്ടെത്തുന്നത്. പവർ സപ്ലൈയിലൂടെ മെഷീനിലേക്ക് കടന്നുവരുന്ന വൈദ്യുതി ഹൈ ലോ വോൾട്ടേജുകളിലായി മാറിമറിഞ്ഞതോടെ സ്കാനിംഗ് യൂണിറ്റിലെ ജീവനക്കാർ വിവരം ആശുപത്രി സൂപ്രണ്ട് സുജ സൂസനെ അറിയിച്ചു. 2 കോടി രൂപയോളം വിലമതിക്കുന്ന ഉപകരണങ്ങൾ തകരാറിലാകുമെന്ന് ഉറപ്പായതോടെ മുറികളിലേക്കുള്ള വൈദ്യുത ബന്ധം പൂർണ്ണമായും ഒഴിവാക്കി. സ്കാനിംഗ് സെന്റർ അടച്ചു. പിറ്റേ ദിവസം നടത്തിയ പരിശോധനയിലാണ് സ്കാനിംഗ് മെഷീനുകളിലേക്കുള്ള പവർ സപ്ലൈയുടെ എർത്ത് വയറുകൾ കട്ടിംഗ് പ്ലെയറുകൾ ഉപയോഗിച്ച് മുറിച്ചു മാറ്റിയതായി കണ്ടെത്തിയത്. ആശുപത്രിയുമായി അടുത്ത ബന്ധമുള്ള ആരോ ആണ് സംഭവത്തിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. അവിടെ 2 അൾട്രാ സൗണ്ട് സ്കാനിംഗ് മെഷീൻ ഉണ്ട്, ഒരു CT സ്കാൻ മെഷീൻ ഉണ്ട്, 1-2 ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റ്. ഇതൊക്കെ വളരെ തുച്ഛമായ ചാർജിനാണ് സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ BPLക്കാർക്ക് ചാർജ് ഇല്ലാതെയാണ് ഈ സൗകര്യം കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് മനഃപൂർവ്വമായിട്ട് മിക്കവാറും തകരാറിലാക്കുന്ന ഒരു സ്ഥലമായി ഈ ആശുപത്രി മാറിയിരിക്കുകയാണ്. അത് മുൻകാലങ്ങളിൽ എക്സ്റേ എടുക്കുന്ന ഫിലിമില്ല, നമ്മൾ മൊബൈൽ കൊണ്ടുവന്ന മൊബൈലിലോട്ട് എക്സ്റേ അയച്ചു തരുന്നൊരു സ്ഥിതി.
അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആശുപത്രിയെ തകർക്കാനായിട്ട് ആശുപത്രിയുടെ അകത്തുനിന്നും പുറത്തുനിന്നും ഒരു ലോബിയിങ് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി ആശുപത്രി സൂപ്രണ്ട് ചേർത്തല ഡിവൈഎസ്പിക്ക് പരാതി നൽകി. സമാനമായ രീതിയിൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ വൈദ്യുതി ബന്ധവും മെയ് 5-ന് തകരാറിലാക്കിയിരുന്നതായി പരാതിയിലുണ്ട്. രോഗികളുടെ ജീവനടക്കം അപകടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി ആശുപത്രി സൂപ്രണ്ട് സുജ അലോഷ്യസ് പോലീസിന് നൽകിയ പരാതിയുടെ പകർപ്പ് ന്യൂസ് 18 ലഭ്യമായി. മെയ് 14-ന് ആദ്യം നൽകിയ പരാതിയിൽ അത്യാഹിത വിഭാഗത്തിലേക്കുള്ള ഇലക്ട്രിക് വയറുകൾ മുറിച്ചു കളഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് പോലീസിന് വിവരം നൽകുന്നു. എന്നാൽ പോലീസ് അന്വേഷണം കാര്യമായി ഉണ്ടായില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ 11-ന് വീണ്ടും സമാനമായ സംഭവം ആശുപത്രിയിൽ ആവർത്തിക്കുകയായിരുന്നു. തുടർന്നാണ് ചേർത്തല ഡിവൈഎസ്പിക്ക് വീണ്ടും പരാതി നൽകിയത്. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ ചില ജീവനക്കാരുടെ കൂടെ പിന്തുണയോടെയാണ് രോഗികളുടെ ജീവനടക്കം പ്രശ്നം സൃഷ്ടിക്കുന്ന സംഭവങ്ങൾ നടന്നതായാണ് വിലയിരുത്തൽ. തൊട്ടടുത്തുള്ള 2 സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ് നീക്കമെന്ന ആരോപണം ശക്തമാണ്. വിശ്വസിച്ചെത്തുന്ന രോഗികളുടെ ജീവൻ വെച്ച് പന്താടുന്ന അത്യന്തം ഗൗരവകരമായ കുറ്റമാണ് ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ നടന്നത്. ഇതിനു പിന്നിൽ ആശുപത്രി ജീവനക്കാരുടെ ഒത്താശയോടുകൂടിയുള്ള സ്വകാര്യ സ്കാനിംഗ് സെന്റർ ലോബിയാണെന്നാണ് ആരോപണം ഉയർന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ശരണ്യ സ്നേഹജൻ തന്നെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശരണ്യ, വളരെ ഗുരുതരമായ ഒരു പ്രശ്നം, ഒട്ടനവധി സാധാരണക്കാരുടെ ജീവനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. സമഗ്രമായ അന്വേഷണം വേണം. ഇപ്പോൾ പോലീസ് അത്തരത്തിൽ കാര്യക്ഷമമായുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ ഘട്ടത്തിൽ ആശുപത്രി അധികൃതരുടെ ഒരു അനുമാനം? ഈ സ്വകാര്യ ആശുപത്രി ലോബിയിലേക്ക് ഈ വിഷയത്തിൽ വിരൽ ചൂണ്ടുന്നത് എന്തുകൊണ്ടാണ്? ഇതിനകത്ത് ഈ സംഭവങ്ങൾ നടക്കുന്നത് 2 സമയങ്ങളിലായാണ്. അതായത് കഴിഞ്ഞ മെയ് 14-ന് സമാനമായൊരു സാഹചര്യം ആശുപത്രിയിൽ ഉണ്ടാകുന്നുണ്ട്. ചേർത്തല താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ധാരാളം ആളുകൾ ആശ്രയിക്കുന്ന, തീരദേശ മേഖലയാണെങ്കിലും കായലോര മേഖലയാണെങ്കിലും സാധാരണ മനുഷ്യർ ധാരാളമായി ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. ഇതിനു മുമ്പ് ചില ആക്ഷേപങ്ങളൊക്കെ ആശുപത്രിയെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ അവിടെ ഒരു നല്ല ടീം ആ ആശുപത്രിയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് വരുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ് ശ്രദ്ധേയം. അതായത് ആശുപത്രിയിൽ കൂടുതൽ ശസ്ത്രക്രിയകൾ നടക്കുന്നു, CT സ്കാനുകൾ, എക്സ്റേ സ്കാനുകൾ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി രോഗികൾക്ക് ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു നല്ല ടീം, പ്രത്യേകിച്ച് ആശുപത്രി സൂപ്രണ്ട് സുജയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലാണ് ഈ കഴിഞ്ഞ മെയ് 14-ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് അത്യാഹിത വിഭാഗത്തിലേക്കുള്ള പവർ സപ്ലൈ പെട്ടെന്ന് നിലയ്ക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇതെന്താണ് സംഭവിച്ചതെന്നുള്ള തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അവിടെ ഉണ്ടായിരുന്നത്, അതായത് അത്യാഹിത വിഭാഗത്തിലേക്കുള്ള വൈദ്യുതി കൊണ്ടുവരുന്ന വയറുകൾ മുറിച്ചു കളഞ്ഞതായി, കട്ടിംഗ് പ്ലെയറുകൾ ഉപയോഗിച്ച് മുറിച്ചു കളഞ്ഞതായാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ വളരെ ഗൗരവമാണ് എന്ന് മനസ്സിലാക്കിയതോടെ ആശുപത്രി സൂപ്രണ്ട് ചേർത്തല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. കാരണം നമുക്കറിയാം, നിരവധി രോഗികൾ വരുന്നു, ഈ പ്രത്യേകിച്ച് അത്യാഹിത വിഭാഗത്തിലേക്കൊക്കെ വരുന്ന എമർജൻസി കേസുകൾ, അവിടേക്ക് വരുന്ന ആ വിഭാഗത്തെ, ആ ബ്ലോക്കിലേക്കുള്ള കറണ്ടാണ് ഇവർ ഇത്തരത്തിൽ വൈദ്യുതി വിച്ഛേദിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രത്യേകിച്ച് രോഗികളുടെ ജീവനടക്കം അപകടത്തിൽ വരും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ പരാതി നൽകിയത്. പക്ഷേ പോലീസ് ആ അന്വേഷണത്തെ അത്ര ഗൗരവത്തോടെ കണ്ടില്ല എന്ന് തന്നെ പറയാം. അവർക്ക് ഇത് സംബന്ധിച്ച് എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു വിവരവും ഇതുവരെ, ഒരു മറുപടിയും പോലീസിന് ആശുപത്രി അധികൃതർക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഈ സംഭവം ആവർത്തിക്കുന്നത്. അതായത് ആശുപത്രിയിൽ അന്ന് അത്യാഹിത വിഭാഗമായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ 11-ന് CT സ്കാൻ, എക്സ്റേ ബ്ലോക്കിലേക്കുള്ള വൈദ്യുതി ബന്ധത്തിലാണ് തകരാറുണ്ടാക്കിയിരുന്നത്. അതായത് രാത്രി 8 മണിയോടുകൂടി ഈ 11-ാം തീയതി CT സ്കാൻ മെഷീനുകളിലേക്കും എക്സ്റേ മെഷീനുകളിലേക്കും കടന്നു വരുന്ന വൈദ്യുതി വലിയ ഫ്ലക്ച്വേഷൻ കാണിക്കുകയായിരുന്നു. ഹയർ ലോ വോൾട്ടേജുകളിലായി മാറി മറിഞ്ഞ വൈദ്യുതി ഇത്തരത്തിൽ മെഷീനിലേക്ക് കടന്നുപോയാൽ ആ മെഷീനുകൾ കംപ്ലൈന്റ് ആകും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. തുടർന്ന് KMML അധികൃതരെ വിവരമറിയിക്കുന്നു, ആശുപത്രി സൂപ്രണ്ടിനെ വിവരമറിയിക്കുന്നു. ആ യൂണിറ്റ് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തത്, അതിന്റെ പ്രവർത്തനം നിർത്തിവെക്കാനുള്ള നിർദ്ദേശമാണ് ലഭിച്ചത്. പിറ്റേ ദിവസം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഈ മെഷീനുകളിലേക്കുള്ള വൈദ്യുതി കണക്ഷനിലേക്ക് പോകുന്ന എർത്ത് വയറുകൾ, കട്ടിംഗ് വയറുകൾ ഉപയോഗിച്ച് സമാനമായ രീതിയിൽ വിച്ഛേദിച്ചിരിക്കുന്നതായാണ് കണ്ടിട്ടുള്ളത്. എന്തായാലും നമുക്ക് ലഭ്യമായ ഈ പരാതിയുടെ പകർപ്പ്, അതായത് ഈ സംഭവം വലിയ പുറത്തേക്ക് വന്നിട്ടില്ല. ഈ ആശുപത്രിയുടെ ചുമതലയുള്ളത്
ചേർത്തല നഗരസഭയ്ക്കാണ്. പക്ഷേ ഈ വിഷയം ഒതുക്കി തീർക്കുന്നതിനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പോലീസ് കാര്യമായി കേസ് അന്വേഷിക്കുന്നില്ല. മാത്രം ഈ കഴിഞ്ഞ ദിവസം, അതായത് 11-ന് ശേഷം 12-ന് ആശുപത്രി സൂപ്രണ്ട് വീണ്ടും പരാതി നൽകി. ആ പരാതി ചേർത്തല ഡിവൈഎസ്പിക്കാണ് നൽകിയിട്ടുള്ളത്. പക്ഷെ അതിനകത്തും ഇതുവരെ എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആശുപത്രിക്ക് ചുറ്റും ചില സ്വകാര്യ ആശുപത്രികളുണ്ട്. അതായത് ആലപ്പുഴയിൽ തന്നെ ഏറ്റവും അധികം സ്വകാര്യ ആശുപത്രികളുള്ള സ്ഥലം ചേർത്തലയാണ്. ഈ സ്വകാര്യ ആശുപത്രികളെയും പരിശോധനാ ലാബുകളെയും സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ആശുപത്രിക്കുള്ളിൽ തന്നെ കൃത്യമായി ഇതെല്ലാം അറിയാവുന്ന ആരുടെയൊക്കെയോ സഹായത്തോടെയാണ് ഈ വയറുകൾ വിച്ഛേദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആശുപത്രി അധികൃതരും സംശയിക്കുന്നത്. എന്തായാലും അതൊക്കെ കണ്ടെത്തേണ്ടത് പോലീസാണ്. പക്ഷേ രോഗികളുടെ, അതിനകത്ത് വിശ്വസിച്ച് എത്തുന്ന രോഗികളുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ് ഇതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തീർച്ചയായും ശരണ്യ സ്നേഹജനാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റ് വാർത്തകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. എങ്കിൽ പോലും തന്നെ അത് ഫലവത്താകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി വിദേശയാത്രയ്ക്ക് പോകുന്നു, ഒപ്പം തന്നെ പല വിവാദ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ വിഷയങ്ങൾ ഉണ്ടാകുന്നു. അതിനൊക്കെ തന്നെ കൃത്യമായി മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ അഭിമുഖീകരിച്ച് വ്യക്തമായ ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നു. അത് ഒക്കെ തിരുത്തി ഇനി മുന്നോട്ട് പോകണമെന്നുള്ളത് തന്നെയാണ് CPM സംസ്ഥാന സമിതിയിൽ കഴിഞ്ഞ ദിവസം ഉയർന്നത്. എന്തായാലും ഇന്ന് സെക്രട്ടേറിയറ്റിൽ അക്കാര്യത്തിലൊക്കെ ഒരു അന്തിമ തെറ്റുതിരുത്തൽ മാർഗരേഖ തയ്യാറാക്കാനാണ് തീരുമാനം. CPM-ന്റെ തെറ്റുതിരുത്തൽ മാർഗരേഖ അന്തിമമാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് വീണ്ടും ഈ സെക്രട്ടേറിയറ്റ് ചേരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സംസ്ഥാന സമിതിയിൽ അതിരൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയും നേതൃത്വത്തിനെതിരെയും ഉയർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, നേരത്തെ ഈ മുഖ്യമന്ത്രിയുടെ പല നടപടികളും, അതായത് വിദേശയാത്രയടക്കം, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള ആരോപണം അടക്കം, മൈക്കിനെതിരായിട്ടുള്ള അസഹിഷ്ണുത തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം തന്നെ അതിരൂക്ഷമായ വിമർശനം സംസ്ഥാന സമിതിയിൽ ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഈ കാലയളവിൽ ഇപ്പോൾ നേരത്തെ എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡ്രൈവർ മേയർ തർക്കം, അത് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി. ഒപ്പം തന്നെ KK ശൈലജയെ ഒതുക്കുന്നതിന് വേണ്ടി മന്ത്രിയാക്കാതിരുന്നത് തന്നെ വലിയ രീതിയിൽ സംസ്ഥാന സമിതിയിൽ കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ തന്നെ പല നേതാക്കളും ഉയർത്തിയ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. അത് ഇത്തവണ വീണ്ടും കൂടുതൽ ഒതുക്കുന്നതിന് വേണ്ടിയാണ് അവരെ വടകരയിൽ മത്സരിപ്പിച്ച് തോൽപ്പിച്ചത് എന്നുള്ളൊരു വിമർശനം കൂടി സംസ്ഥാന സമിതിയിൽ ഉയർന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൂടാതെ മറ്റു പ്രശ്നങ്ങൾ, അതായത് ഈ ക്ഷേമ പെൻഷൻ അടക്കമുള്ള വിഷയങ്ങൾ, അതിൽ സർക്കാർ കൃത്യമായ ജാഗ്രത പുലർത്തിയില്ല. ജനങ്ങളിലേക്ക്, ഇത്തരത്തിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് എത്തേണ്ട ക്ഷേമ പെൻഷൻ വിതരണം അടക്കം മുടങ്ങിയത് അത് വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ട്. കൂടാതെ തന്നെ തുടർച്ചയായ രണ്ടാം തവണയാണ് ഇത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി CPM-ന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്തു. മറ്റിടങ്ങളിൽ എന്ത് സംഭവിച്ചു, താഴെത്തട്ടിലെ വോട്ടുകൾക്ക് എന്ത് സംഭവിച്ചു, ഒപ്പം തന്നെ കാലാകാലങ്ങളായി പാർട്ടി വോട്ടുകൾ അതെങ്ങനെ ഭിന്നിച്ചു പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു തിരുത്തൽ മാർഗരേഖ തയ്യാറാക്കണമെന്നൊരു ആവശ്യം കൂടി ഈ ഒരു സംസ്ഥാന സമിതിയിൽ ഉയരുകയും ചെയ്യുന്നു. ആദ്യ 2 ദിവസങ്ങളിൽ ചേർന്ന സെക്രട്ടറി യോഗത്തിൽ ഇത് സമാനമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അത് റിപ്പോർട്ടാക്കി ശുപാർശ നൽകിക്കൊണ്ടായിരുന്നു സംസ്ഥാന സമിതിയിൽ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിലെ പ്രതിസന്ധി ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കും. അടിയന്തര പ്രമേയ നോട്ടീസാകും വിഷയം സഭയിൽ വരിക. PC വിഷ്ണുനാഥ് നോട്ടീസ് നൽകും. വ്യവസായം, സാമൂഹ്യക്ഷേമ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചയും ഇന്ന് സഭയിൽ നടക്കും. വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, ഈ ഒന്നാം ടൈമിൽ സർക്കാരിന് ഏറ്റവും വലിയ മതിപ്പുണ്ടാക്കിയ ഒരു വിഷയമാണ്. രണ്ടാം ടൈമിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും വലിയ അവമതിപ്പിന് സർക്കാരിനെ ഇടയാക്കിയ ഒരു വിഷയം കൂടിയാണ് ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിലെ പ്രതിസന്ധി. അത് സാധാരണക്കാരെ ഒരുപാട് ബാധിക്കുന്ന വിഷയമാണ്. അത് സഭയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പ്രതിപക്ഷം, അല്ലേ? അറിയ, ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിലെ പ്രതിസന്ധിയാണെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കാൻ പോകുന്നത്. സഭയിലേക്ക് കൂടി ഈ വിഷയം ഉയർത്തിക്കാണിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു. മാസങ്ങളായി ക്ഷേമ പെൻഷൻ മുടങ്ങി 10,000-കണക്കിന് പേരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യം അടിയന്തര പ്രമേയത്തിലൂടെ പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കുക. PC വിഷ്ണുവാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുക. ക്ഷേമ പെൻഷൻ മുടങ്ങിയ വിഷയത്തിലൂടെ സർക്കാരിന്റെ ധനകാര്യ കെടുകാര്യസ്ഥ തുറന്നുകാട്ടി പ്രതിപക്ഷം സഭയിൽ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാന സമിതിയിൽ പോലും ഈ ഒരു ക്ഷേമ പെൻഷൻ വിതരണം വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ CPM-ന് തിരിച്ചടിയായ എന്നുള്ളൊരു വിലയിരുത്തലിന്റെ പിന്നാലെ കൂടിയാണ് തരത്തിൽ ഈ ഗഡുക്കളായി നൽകാൻ ഒരു തീരുമാനത്തിലെത്തിയിട്ട് പോലും അതുപോലും കൃത്യമായി നൽകാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലിയ രീതിയിൽ ഉയരുന്ന സർക്കാരിന് ഇത് വലിയ തിരിച്ചടിയാകുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് പുറമെ
പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ ഈ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലേക്ക് പോയി സർക്കാരിന്റെ പ്രവർത്തനം എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സമിതിയിലും ഉയർന്നതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഇത് സഭയിലേക്ക് ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും വലിയ പ്രതിഷേധത്തിന് സഭയിൽ ഇന്ന് കാണാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമാണ്. ഏകദേശം 6 ഗഡുക്കളോളം ഇതുവരെ കൊടുക്കാനുണ്ട്. ഓരോ ഗഡുക്കളായി, അതായത് ഈ ഒരു നിലവിൽ പെൻഡിംഗ് ആയിട്ടുള്ള ഈ 6 ഗഡുക്കൾ നിലനിർത്തിക്കൊണ്ട് ഓരോ ഗഡുക്കളായി മാസം തോറും വിതരണം ചെയ്യാനൊരു തീരുമാനത്തിലേക്കായിരുന്നു നേരത്തെ സംസ്ഥാന സർക്കാർ എത്തിയിരുന്നത്. പക്ഷേ ഇതിനുവേണ്ടി കൂടുതൽ തുക കണ്ടെത്തേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട വിഹിതവുമായി ബന്ധപ്പെട്ട ഉള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും ധനമന്ത്രി ഇത് സംബന്ധിച്ച് മറുപടി പറയുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇക്കാര്യത്തിൽ വ്യവസായ വകുപ്പിന്റെ ക്ഷമിക്കണം ഇക്കാര്യത്തിൽ ധനമന്ത്രി എന്ത് നിലപാട് സഭയെ അറിയിക്കും എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ രീതിയിൽ പല വിഷയങ്ങളും സഭയിൽ പ്രതിപക്ഷം കൊണ്ടുവരികയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഈ വിഷയം തന്നെ ഉയർത്തിക്കാണിക്കാൻ പ്രതിപക്ഷം തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ 10,000-കണക്കിന് ആളുകളുടെ ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങി അവർക്ക് വലിയ രീതിയിൽ പട്ടിണി അനുഭവിക്കുന്നുണ്ട്. അതിൽ കൃത്യമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് സഭയിൽ പ്രതിപക്ഷം ഉയർത്തിക്കാണിക്കുക. ഇതിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി വേണമെന്നുള്ള ആവശ്യം സ്വാഭാവികമായി വരും. ഇത് ചർച്ച ചെയ്യാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുമെന്നാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം കഴിഞ്ഞ ഈ സർക്കാരിന്റെ കാലയളവിൽ നിലവിൽ ഈ 8 വർഷ കാലയളവിൽ ഒന്നാം പിണറായി സർക്കാരിന്റെയും രണ്ടാം പിണറായി സർക്കാരിന്റെയും കാലയളവിൽ തന്നെ 7 അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയും അത് ചർച്ചയ്ക്കെടുക്കുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. ഇത്തരത്തിൽ സാധാരണക്കാരായ ജനങ്ങളെ വലയ്ക്കുന്ന തരത്തിലുള്ള വിഷയമായതിനാൽ സ്വാഭാവികമായും ചർച്ചയ്ക്കെടുക്കുമോ എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും കൃത്യമായ മറുപടി സംസ്ഥാന സർക്കാർ എന്ത് നൽകും ഇതിനെ പ്രതിരോധിക്കാൻ എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയിരിക്കുന്നത്. സ്വാഭാവികമായും ഈ കേന്ദ്രത്തെ പഴിചാരിയുള്ള രീതിയിലുള്ള ഒരു പ്രതിരോധമായിരിക്കാം അല്ലെങ്കിൽ അത്തരത്തിലൊരു കവചമായിരിക്കാം സംസ്ഥാന സർക്കാർ ഇതിനെതിരെ ഉയർത്തിക്കാണിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 10 മണിക്കാണ് അടിയന്തര പ്രമേയം സഭയ്ക്ക് മുന്നിലേക്ക് വരിക. ശരി, MJ മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ആലുവയിൽ യുവതിയുടെ പക്കൽ നിന്ന് 50 ലക്ഷം രൂപയുടെ MDMA പിടികൂടിയ സംഭവത്തിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം തുടരുന്നു. കഴിഞ്ഞ ദിവസം കപ്പലണ്ടി മുക്ക് സ്വദേശി സഫീർ അറസ്റ്റിലായിരുന്നു. സഫീറിന് വേണ്ടിയാണ് യുവതി ലഹരി മരുന്ന് എത്തിച്ചത്. ഡൽഹിയിൽ നിന്ന് ട്രെയിനിലെത്തിയ ബംഗളൂരു സ്വദേശിനി സെമിൽ അക്തറാണ് ലഹരി മരുന്നുമായി ആലുവയിൽ പിടിയിലായത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു. ഡാനി, എങ്ങനെയാണ് ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഇതിന്റെ പ്രധാനപ്പെട്ട കണ്ണികളിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടോ അന്വേഷണ സംഘത്തിന്? അന്വേഷണം പുരോഗമിക്കുകയാണ്. കാരണം ഇത് സംബന്ധിച്ച് വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം കൊച്ചി കേന്ദ്രീകരിച്ച് ഉണ്ട് എന്ന് തന്നെയാണ് പോലീസും തന്നെ വിലയിരുത്തുന്നത്. ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഈ സർമീൻ അക്തർ ഇതിനു മുൻപും 2 തവണയും ചോദ്യം ചെയ്തിട്ടുണ്ട്. 2 തവണയും NCBയുടെ നാർക്കോട്ടിക് കൺട്രോൾ എന്ന് പറയുന്നത് ഇവർ കാരിയറായി തന്നെ പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ട്രാക്ക് ചെയ്ത് വരികയായിരുന്നു ഏജൻസികൾ. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രാമധ്യയാണ് ഇവർ ഈ MDMAയുമായി പോകുന്നു എന്ന വിവരം കൺട്രോൾ ബോർഡിന് ലഭിക്കുന്നത്. ഇതനുസരിച്ചുള്ള വിവരങ്ങൾ റൂറൽ പോലീസിന് കൈമാറുകയായിരുന്നു. ആദ്യം എറണാകുളത്ത് ഇറങ്ങാൻ നിശ്ചയിച്ചിരുന്നു. ഇവിടെയായിരുന്നു പിടിയിലായിരുന്നു സഫീർ കാത്തിരുന്നത്. ഇയാൾ കപ്പലിന്റെ മുക്ക പ്രദേശത്ത് കൊച്ചിയിൽ ഒരു മലഞ്ചരക്ക് വ്യാപാരി എന്ന രീതിയിലാണ് അറിയപ്പെടുന്നതെങ്കിലും ലഹരി മരുന്ന് ഇടപാടുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട്. ഇയാൾക്ക് കൈമാറുന്നതിന് വേണ്ടിയാണ് 60 ലക്ഷത്തിലധികം രൂപ വരുന്ന ലഹരി മരുന്ന് കൊണ്ടുവന്നെന്നാണ് കരുതുന്നത്. ഈ കേസിൽ കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വാട്സപ്പ് ഗ്രൂപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വഴിയാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട്. എന്നാലും വൈകാതെ കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങും. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ. ഒരിടവേള കൂടി. കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി ചർച്ച ചെയ്യുകയും സംസ്ഥാന സമിതിയിൽ അതിരൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയും ഉയർന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ ജനക്ഷേമ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകി മുന്നോട്ട് പോകണം എന്നൊരു നിർദ്ദേശം കൂടി ഈ സംസ്ഥാന സമിതിയിൽ ഉയർന്നിട്ടുണ്ട്. അതല്ല എങ്കിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ വലിയ തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു. അതാണ് തോൽവിയിലേക്ക് നയിച്ചിട്ടുള്ളത്. ജനങ്ങളുടേതാണ് പാർട്ടി എന്ന് നേതാക്കൾ തിരിച്ചറിയണമെന്നുള്ള കാര്യം കൂടി പല നേതാക്കളും ഉന്നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം നേരത്തെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള
തോമസ് ഐസക് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളൊക്കെ തന്നെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്വയം തിരുത്തലിലേക്ക് പോയില്ല എങ്കിൽ പാർട്ടി തിരിച്ചു വരാൻ പറ്റാത്ത തരത്തിലേക്ക് പോകുമെന്നുള്ളൊരു വിമർശനം കൂടി ഈ ഒരു സംസ്ഥാന സമിതിയിൽ ഉയർന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്നൊരു അന്തിമ മാർഗരേഖ, അതായത് തെറ്റുതിരുത്തൽ നടപടികൾ വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കശ്മീരിലെത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ കശ്മീരിലെ പരിപാടിയിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. ദാൽ തടാക തീരത്തെ യോഗാ കേന്ദ്രത്തിലെ പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കശ്മീരിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നുണ്ട്. സുവി, പ്രധാനമന്ത്രിയുടെ കശ്മീർ സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ, അദ്ദേഹത്തിന്റെ പരിപാടികൾ ഏത് തരത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? വിശദാംശങ്ങൾ. ആര്യ, 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജമ്മു കശ്മീരിൽ എത്തുന്നത്. വൈകിട്ട് 6 മണിക്കാണ് അദ്ദേഹം എത്തുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനം. ഇവിടെ വിപുലമായ പരിപാടികളാണ് നരേന്ദ്രമോദിക്കായി ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹം വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. ആദ്യത്തേത് 1500 കോടിയുടെ വികസന പദ്ധതികൾക്കാണ് അദ്ദേഹം തുടക്കമിടുക. ഒപ്പം 1600 കോടിയുടെ കാർഷിക പദ്ധതികളും അനുബന്ധ പദ്ധതികൾക്കും തുടക്കമിടും. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, അതുപോലെ 6 ഡിഗ്രി കോളേജുകൾ മുതലായവ ആരംഭിക്കും. ഇതോടനുബന്ധിച്ച് അതിനുള്ള തറക്കല്ലിടൽ നടപടികളും ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ എംപവറിംഗ് യൂത്ത് ട്രാൻസ്ഫോമിംഗ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന പരിപാടിയിലും മോദി പങ്കെടുക്കും. നാളെയാണ് യോഗാ ദിനം. ആ യോഗാ ദിനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. യോഗാ ദിനത്തിൽ പതിവായി അദ്ദേഹം യോഗ അഭ്യസിക്കാറുണ്ട്. ഇത്തവണ അത് നടത്തുന്നത് ജമ്മു കശ്മീരിലാണ് എന്നതാണ് പ്രത്യേകത. 3000-നും 4000-നും ഇടയിൽ ആളുകൾ അദ്ദേഹത്തിന്റെ ഈ യോഗ പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും 2 ദിവസത്തേക്കാണ് മോദി എത്തുന്നത്. എത്തുന്ന മോദി കൃത്യമായ സൂചനകൾ, അതായത് ജമ്മു കശ്മീരിന് എന്തെല്ലാം നൽകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അദ്ദേഹം നൽകും. ഒപ്പം തന്നെ യോഗ ദിനത്തിലും മോദി പങ്കെടുക്കും. ആര്യ. ശരി, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പോയ ബസ്സുകൾ തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ തടഞ്ഞ് യാത്രക്കാരെ ഇറക്കിവിട്ടു. വൺ ഇന്ത്യ വൺ ടാക്സിനെ ചൊല്ലിയുള്ള തർക്കമാണ് കാരണം. അർദ്ധരാത്രി യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കിവിടുകയായിരുന്നു. തമിഴ്നാട് നാഗർകോവിൽ ഭാഗത്തായാണ് ബസ് തടഞ്ഞത്. മറ്റേതെങ്കിലും ബസ്സിൽ യാത്ര തുടരാനാണ് തമിഴ്നാട് MVD ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത്. நேற்றே இதே மாதிரி தான் பஸ்ஸு கேன்சல் ஆகிடுச்சு. சரின்னு சொல்லிட்டு வேறு வழி இல்லாமல் ஒரு ஹோட்டலில் ரூம் போட்டு தங்கிட்டு இன்றைக்கி திருப்பி வந்தோம். இன்றைக்கும் பார்த்தீங்கன்னா மிட்லேயே நிற்கிது பஸ்ஸு. நாங்கள் வந்து கவர்மெண்ட்டில் என்ன சொல்கிறாங்கன்னா, ஏதோ ஒரு பஸ்ஸை புக் தரோம், நீங்கள் அதில் ஏறி உட்காந்துட்டே போயிடுங்க அப்படின்னு சொல்கிறாங்க. இன்னும் 10 நிமிஷத்தில் என் பையன் தூங்கிடுவான். நான் பேக் எடுப்பேனா இல்லை அவனுக்கு எடுப்பேனா, நீங்களே சொல்லுங்கள். எப்படி, அதாவது பப்ளிக் ரொம்ப சஃபர் ஆகிறாங்க. இது கவர்மெண்ட் கொஞ்சம் அதில் கன்சர்னாக எடுத்துக்கணும். ஏன்னா பப்ளிக் சஃபர் ஆகாமல் என்ன வேணாலும் பண்ணலாம். இப்போ நாங்கள் வழியில் நிப்பாட்டுறதுனால இப்போ நாங்கள் தானே சஃபர் ஆகிறோம். பஸ் டிரைவருக்கோ இல்லை பஸ் ஓனருக்கோ இல்லை கவர்மெண்ட்க்கோ எந்த பாதிப்பும் கிடையாது. நாங்கள் மட்டும்தான் பாதிக்கிறோம். பொதுமக்கள் தான் பாதிக்கிறாங்க. இதனால் ஒன்று கரெக்டாக ஸ்ட்ரிக்டாக எது ஃபாலோ பண்ணுறா இருந்தாலும் பப்ளிக் சஃபர் ஆகாமல் எதாக இருந்தாலும் ஃபாலோ பண்ணுவோம். நாங்கள் இப்போ பெங்களூர் போக வேண்டியது வீட்டில் நின்றுட்டுருக்கோம். കാക്കനാട് DLF ഫ്ളാറ്റിലുണ്ടായ പകർച്ചവ്യാധിയിൽ ആശങ്കയുമായി പ്രദേശവാസികൾ. പൊതുതോട് അടച്ച് ഫ്ളാറ്റ് നിർമ്മിച്ചത് മൂലമുണ്ടായ വെള്ളക്കെട്ടിൽ നിന്നാണ് അണുബാധയുണ്ടായതെന്നാണ് ആരോപണം. സമീപ പ്രദേശത്തെ വീടുകളിൽ അടക്കം വെള്ളക്കെട്ടുണ്ടായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസമാണ് DLF ഫ്ളാറ്റിലെ അന്തേവാസികൾക്ക് കുടിവെള്ളത്തിൽ നിന്നും അണുബാധയുണ്ടായി ആശുപത്രിയിൽ ചികിത്സ തേടിയത്. മഴവെള്ള സംഭരണിയിൽ നിന്നാകാം രോഗം പിടിപെട്ടതെന്ന നിഗമനത്തിലാണ് ഫ്ളാറ്റിലെ താമസക്കാർ. അതേസമയം പ്രദേശത്തെ പൊതുതോടടച്ചുകെട്ടി നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയതുമൂലം മലിനജലം ഫ്ളാറ്റിലെ കിണറുകളിലെത്തി രോഗം പിടിപെട്ടതെന്നാണ് സമീപവാസികൾ പറയുന്നത്. ഈ വെള്ളങ്ങൾ മുഴുവൻ മലമൂത്ര വിസർജനം അടങ്ങിയ ധാരാളം കോളി ബാക്ടീരിയ ഉള്ള വെള്ളമാണ് ഈ തോട്ടിൽ കൂടെ അങ്ങോട്ട് ചെന്നത്. ആ വെള്ളം അവിടെ പൊങ്ങിയപ്പോൾ സ്വാഭാവികമായും ആ വെള്ളം അവരുടെ വാട്ടർ സമ്പുകളിൽ വന്നിട്ടുണ്ടാകും. അതിനൊരു സംശയമില്ല. കാരണം 27, 28 ഈ വെള്ളപ്പൊക്കം കഴിഞ്ഞ് 29-ാം തീയതി മുതലാണ് അവിടെ ഈ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയത്. കഴിഞ്ഞ ആഴ്ച പെയ്ത ശക്തമായ മഴയിൽ DLF ഫ്ളാറ്റിലെ സമീപ പ്രദേശമായ ദർശൻ നഗർ, ഗ്രീൻ ഗാർഡൻ എന്നിവിടങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായി. കുത്തിയൊഴുകിയെത്തുന്ന മഴവെള്ളത്തിന്റെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഫ്ളാറ്റിന്റെ നിർമ്മാണം.
ഇതോടെ കടമ്പ്രയാറിലേക്കുള്ള വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ടു. അതിന്റെ ഫലമായി സമീപത്തെ വീടുകളിലും വെള്ളം കയറി വലിയ നാശനഷ്ടമുണ്ടായി. അപ്പൊ ഈ പ്രദേശത്തുള്ള സകല വെള്ളവും മഴ പെയ്യുമ്പോൾ ഇവിടേക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് മെയ് 27-28 ദിവസങ്ങളുണ്ടായ മഴ സമയത്ത് ഭയങ്കരമായ വെള്ളം ഇതിനകത്തേക്ക് ഇരച്ചു കയറി ഞങ്ങളുടെയൊക്കെ കോളനിയിൽ അനേകം പേരുടെ കാറുകൾ പലതും വെള്ളത്തിലായിപ്പോയി. ഇങ്ങനെ ഒരുപാട് പേരുടെ വണ്ടികൾക്ക് കാര്യമായിട്ട് നാശനഷ്ടമുണ്ടായി. 3 വീടുകളിൽ വെള്ളം 2 പ്രാവശ്യം താഴത്തെ നിലയിൽ കയറി. ഇത്രയെല്ലാം പ്രയാസമുണ്ടായി. ഫ്ളാറ്റ് അധികൃതർ മൂടിയ പൊതുതോട് പുനഃസ്ഥാപിക്കണമെന്നാണ് സമീപവാസികളുടെ ആവശ്യം. ന്യൂസ് 18 കൊച്ചി. പത്തനംതിട്ട പന്തളത്തുണ്ടായ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. MC റോഡിൽ മാന്തുകയിൽ ട്രാവലറും ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. ട്രാവലർ ഡ്രൈവർക്കും മറ്റ് 2 പേർക്കും ഗുരുതര പരിക്കുണ്ട്. ചെങ്ങന്നൂർ ഭാഗത്ത് നിന്ന് വന്ന ട്രക്കും എതിർദിശയിൽ വന്ന ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. ഏറ്റുമാനൂർ ബൈപ്പാസിലെ സോളാർ ലൈറ്റുകൾ അപകടാവസ്ഥയിൽ. ലൈറ്റുകൾ സ്ഥാപിച്ച് 1 മാസത്തോളം പിന്നിടുമ്പോൾ വശങ്ങളിലേക്കായി ചരിഞ്ഞു. തൂണുകൾ വേണ്ട വിധം നിലത്ത് ഉറപ്പിക്കാത്തതാണ് ലൈറ്റുകൾ ചരിയാൻ കാരണം. ഏറ്റുമാനൂരിലെ പട്ടിത്താനം മണർകാട് ബൈപ്പാസിൽ 1.8 കിലോമീറ്ററോളം ദൂരമാണ് സോളാർ വഴിവിളക്കുകൾ സ്ഥാപിച്ചത്. 1 കോടിയോളം രൂപ മുടക്കിയാണ് വിളക്കുകൾ സ്ഥാപിച്ചത്. എന്നാൽ 1 മാസമാകും മുൻപ് ഇവ തകർന്നു വീഴുന്ന അവസ്ഥയായി. നമ്മുടെ ഈ മണർകാട് ബൈപ്പാസിലെ ഈ സോളാർ ലൈറ്റുകൾ, കാര്യം സോളാർ ലൈറ്റുകളെല്ലാം നല്ലതാണ്. പക്ഷേ അതിന്റെ ചോട്ടില് ബോൾട്ട് വിട്ടിട്ടുണ്ട്. പക്ഷെ മണ്ണ് ഇത് കോൺക്രീറ്റ് ചെയ്ത് മൂടാത്ത കാരണം ഇത് ഓരോന്നും ചെരിഞ്ഞ് ഇവിടം തൊട്ട് നമ്മുടെ പട്ടിത്താനക്കാലോട്ട് ഇങ്ങോട്ട് നോക്കി അറിയാം, മിക്ക സോളാർ ലൈറ്റുകളും ചെരിഞ്ഞാണ്. ഇത് അപകടം ഉണ്ടാകുന്ന രീതിയിലാണ്. ചെരിഞ്ഞ് മഴയത്ത് ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ വല്ല വണ്ടിയുടെ മൊത്തം ആൾക്കാർ മൊത്തം എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാകുന്നതാണ്. അതിനുവേണ്ട പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തരുന്നത് താഴ്മയായി അപേക്ഷിക്കുന്നു. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് വഴിവിളക്കുകൾ ഉറപ്പില്ലാതെ നിൽക്കുന്നത്. അപ്രതീക്ഷിതമായി ലൈറ്റുകൾ റോഡിലേക്ക് പതിച്ചാൽ വലിയ അപകടത്തിന് കാരണമായേക്കാം. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 കോട്ടയം. തിരുവനന്തപുരം നെടുമങ്ങാട് ഭാര്യാപിതാവിനെ യുവാവ് കൊലപ്പെടുത്തിയത് വാക്കുതർക്കത്തെ തുടർന്ന്. നെടുമങ്ങാട് സ്വദേശി സുനിൽകുമാറിനെ മകളുടെ ഭർത്താവായ അഭിലാഷ് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സ്വാഭാവിക മരണമെന്ന് പ്രതി വരുത്തി തീർക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസിന് തോന്നിയ സംശയമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. ഈ മാസം 10 വൈകിട്ട് മഞ്ചയിലെ വീട്ടിൽ വെച്ച് സുനിൽകുമാറും മകളുടെ ഭർത്താവായ അഭിലാഷും തമ്മിൽ വഴക്കുണ്ടായിരുന്നു. അഭിലാഷിന്റെ ഗ്യാസ് സിലിണ്ടർ എടുത്ത് വിറ്റു എന്ന് പറഞ്ഞായിരുന്നു വഴക്ക്. തുടർന്നുണ്ടായ ക്രൂരമർദ്ദനത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയ സുനിൽകുമാറിനൊപ്പം അഭിലാഷും പോയിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം സുനിൽകുമാർ മരിച്ചു. തുടർന്ന് വിവരം ലഭിച്ച നെടുമങ്ങാട് പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് അഭിലാഷിന്റെ പങ്ക് വ്യക്തമായത്. മരണകാരണം മർദ്ദനത്തിലേറ്റ പരിക്കുകളാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതായി പോലീസ് പറഞ്ഞു. തറയിലിട്ട് ക്രൂരമായി നെഞ്ചത്തും പുറത്തും ചവിട്ടിയതിനെ തുടർന്ന് സുനിൽകുമാറിന്റെ വാരിയെല്ലുകൾക്ക് പൊട്ടലുണ്ടായിരുന്നു. മറ്റാർക്കും സംശയം തോന്നാത്ത തരത്തിൽ വളരെ സ്വാഭാവികമായിട്ടായിരുന്നു പിന്നീട് അഭിലാഷിന്റെ പെരുമാറ്റം. നെടുമങ്ങാട് ഡിവൈഎസ്പി ബി ഗോപകുമാറിന്റെ മേൽനോട്ടത്തിൽ SHO അനീഷ് ബി, SIമാരായ രവീന്ദ്രൻ, രജിത്ത്, സീനിയർ CPOമാരായ ബിജു സി, ദീപ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് കേസിന്റെ ചുരുളഴിച്ച് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൊച്ചി കളമശ്ശേരിയിൽ കാർബോറോണ്ടം കമ്പനിയിൽ പൊട്ടിത്തെറിയിൽ പരിഭ്രാന്തരായ നാട്ടുകാർ. 50-ലധികം വീടുകൾക്ക് കേടുപാടുണ്ട്. പുലർച്ചെയാണ് സ്ഫോടനമുണ്ടായത്. കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വിവരങ്ങളുമായി ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ഡാനി, എന്താണ് സംഭവിച്ചത്? ആര്യ, ഇന്നലെ പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കളമശ്ശേരി ഭാഗത്ത് പ്രവർത്തിക്കുന്ന കാർബോറോണ്ടം കമ്പനിക്കകത്ത് നിന്ന് വലിയ രീതിയിലുള്ള ശബ്ദം കേട്ടതായി പരിസരവാസികൾ പറയുന്നു. കമ്പനിക്കകത്ത് അങ്ങനെ വലിയ രീതിയിൽ ഒരു ഗുരുതരാവസ്ഥ സ്വഭാവമുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് അറിയാൻ കഴിയുന്നൊരു വിശദീകരണം ഫർണസിലേക്ക് തിളയ്ക്കുന്ന ലോഹത്തിലേക്ക് വെള്ളം വീണതുകൊണ്ടുണ്ടായ വലിയ ശബ്ദമായിരുന്നു. മറ്റ് അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും കമ്പനിക്കകത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കമ്പനി ഔദ്യോഗികമായി വിശദീകരിക്കുന്നു. ഈ വിവരങ്ങൾ ഫാക്ടറി ആൻഡ് പോലീസ് വിഭാഗത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. പക്ഷേ കമ്പനിക്ക് പുറത്തേക്ക് വരുമ്പോൾ ഈ ചുറ്റുപാടുമുള്ള പ്രദേശം, നമ്മളിപ്പോൾ അതിന് സമീപത്തുള്ള ഒരു പ്രദേശത്താണ് നിൽക്കുന്നത്. ഇവിടെ ഈ വീടുകളിൽ അടക്കം കാര്യമായ രീതിയിലേക്ക് അവർക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പല വീടുകളിലും നമ്മൾ അത്തരം വീടുകൾക്ക് മുന്നിലാണ് നിൽക്കുന്നത്. ഈ വീടുകളിൽ പല ഭാഗത്തും തന്നെയും വിള്ളലുകൾ വീണിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ സമീപത്തുള്ള ഒരു വീടാണിത്. ഇതിന് ചുറ്റുപാടുമുള്ള വീടുകളിലെല്ലാം തന്നെ ഇതേ രീതിയിലുള്ളൊരു വിള്ളൽ കാര്യങ്ങളെല്ലാം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. മുറിക്ക് അകത്തും പുറത്തുമെല്ലാം
ഇതേ ഒരു അവസ്ഥ തന്നെയാണ് പലയിടങ്ങളിലും ഉള്ളത്. അതോടൊപ്പം തന്നെ നാട്ടുകാർ ഭയചകിതരായി എന്നുള്ള പുലർച്ചെയാണ് ഒരു 3:30 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഭൂമികുലുക്കം അടക്കമുള്ള കാര്യങ്ങൾ തൃശ്ശൂരും പരിസര പ്രദേശങ്ങളിലും അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ് സംഭവിക്കുന്നത്? വലിയ ശബ്ദമുണ്ടാകുന്നു, പരിഭ്രാന്തരാകുന്നു, നാട്ടുകാരെല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നൊരവസ്ഥയിലേക്കെല്ലാമാണ് കാര്യങ്ങൾ വന്നത്. എന്താണ് ചുറ്റുപാടും സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവില്ല. പിന്നീടാണ് പുലർച്ചെ എത്തുമ്പോഴാണ് ഇതിങ്ങനെ ഫാക്ടറിയിൽ നിന്നടക്കം ഈ ശബ്ദം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ വന്നത് എന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. നമുക്കൊപ്പം പരിസരവാസികൾ ചേരുന്നുണ്ട്. എപ്പോഴായിരുന്നു സംഭവം ഉണ്ടാകുന്നത്? ഒരു 3:30-3:45 മൊത്തം ഇടിയുന്നത്. ആദ്യം ഭയങ്കര ഇടി അടുക്കള വശം കേട്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് കമ്പിയൊക്കെ കൊണ്ടുവന്ന് ഇടിച്ച് ആരാണ്ട് പൊളിക്കുകയെന്ന് വിചാരിച്ച് ഞാൻ. അപ്പൊ ഇതിന് വയ്യല്ല, ഇതെന്നെ ഇട്ട് അടിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, വാതിലറിയില്ല, ഈ സ്വിച്ച് ഇട്ട് ലൈറ്റ് ഇടാൻ പറ്റണില്ല. എന്ത് ചെയ്യും? ഞാൻ കർട്ടൻ നീക്കിയിട്ടിട്ട് അതിന്റെ ഉള്ളിൽ കൂടി ആള് വന്നുണ്ടാന്ന് നോക്കണം. അപ്പൊ തന്നെ ഞങ്ങളുടെ ജനേല കിടന്ന് കുടുകിടാ ഇടിക്കുകയാണ്. അതോടുകൂടി പിന്നെ മോനിന് ചുമ്മാ വാപ്പിച്ചിനെ നോക്ക്, എന്താന്ന് നോക്ക്, ദേ വാപ്പിച്ചിനെ നോക്കി ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് പുറത്തോട്ട് പോകണോ അകത്തോട്ട് പോകണോ ഒന്നും ഞങ്ങൾക്ക് അറിയാൻ പറ്റണില്ല. എന്താ ചെയ്യണ പേടിച്ച്. അത് കഴിഞ്ഞ് നോക്കുമ്പോണ്ട് ഈ മുറിയുടെ ഉള്ളിൽ ഭയങ്കര കിലുക്കം ഇടി. എന്തൊക്കെയാണ് സംഭവിക്കണേന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റണില്ല. എന്താ എങ്ങോട്ടാ ഓടണ്ട? പുറത്തോട്ട് ഇറങ്ങിയാലേ ആ മല കൂടി ഇടിഞ്ഞ് ഇങ്ങോട്ട് വീഴും. അപ്പൊ എല്ലാവരും പറയുന്നത് ഭൂമിയുൽക്കമാണ്. കൊച്ചി കളമശ്ശേരിയിൽ കാർബോറണ്ടം കമ്പനിയിൽ പൊട്ടിത്തെറി ഉണ്ടായതിൽ പരിഭ്രാന്തിയിലാണ് നാട്ടുകാരുള്ളത്. പ്രദേശവാസികളുടെ പ്രതികരണമാണ് ഡാൻ ഇപ്പോൾ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. വരുന്ന ബുള്ളറ്റുകളിൽ നമുക്ക് വിശദമായി ഈ വാർത്തയിലേക്ക് എടുക്കാം. എന്തായാലും വാർത്താരംഭത്തിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.